ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. ഫ്രണ്ട്സ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടാ. മഴ കുറഞ്ഞ് കുറച്ച് വെളിച്ചം വന്നിട്ടുണ്ട് ഇന്ന്. അപ്പോൾ ഇപ്പം വൈകിട്ട് 6:30 മണിയായിട്ടാ, 6:28. അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. നല്ല കാലാവസ്ഥ. അപ്പോൾ വൈകിട്ട് നമ്മളെ എന്നത്തെയും പോലെ പുറത്തിറങ്ങിയതാണ്. ഒന്ന് ഷേവ് ചെയ്യണമായിരുന്നു. നമ്മളെ ഷംസുഖ തുറന്നിനൊന്നും അറിയില്ല. ഷംസുഖക്ക് പനിയാന്നാണ് പറഞ്ഞുതരാണ് കുറച്ച് ദിവസമായിട്ട്. കറക്റ്റ് ടൈമിന് പനി. കാര്യം പെരുന്നാളിൻ്റെ തലേ ദിവസം ഞാൻ ഷേവ് ചെയ്യാന്ന് വെച്ചിട്ട് വിളിക്കുമ്പോഴത്തേക്ക്, മുടിയെല്ലാം മുറിച്ച് ഷേവെല്ലാം ചെയ്യാന്ന് വെച്ചിട്ട് വിളിക്കുമ്പോഴത്തേക്ക് ഷംസുഖ പനിച്ചെടുക്കുന്നു. എന്നോട് അഷ്റഫെ നല്ല പനിയാണ്, തുറക്കാൻ കഴിയില്ല. ഇന്നലെ തുറന്നിട്ടില്ല. ഞാൻ കേസ് ഏതായാലും പിന്നെ ചെയ്യാം. എന്നിട്ട് അന്ന് പെരുന്നാളിൻ്റെ തലേന്ന് ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ട് ചെയ്ത്. പക്ഷേ ഒരു റായത്തായിട്ടില്ല, ഒരു ഉറുമത്തായിട്ടില്ല. ഷംസുഖ തുറന്നിട്ടില്ല. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരിക്കും. വെള്ളിയാഴ്ച തുറക്കില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഷംസുഖ വെള്ളിയാഴ്ച ലീവെന്ന് തോന്നുന്നു. ഞാൻ ഷംസുഖാൻ്റെ അടുത്ത് തന്നെ അധികം ഷേവ് ചെയ്യൽ, മുടി കുടിക്കലും ഷേവ് ചെയ്യലെല്ലാം അവിടെ തന്നെ. പക്ഷേ എന്താ ചെയ്യുക, പിള്ളേരുണ്ട് എന്നെ കണ്ടിട്ട് അഷ്റഫ് ഖാന്ന് വിളിക്കുന്നത്. അവിടെ ഇരുന്നിട്ട് പിള്ളേർ ചായരം കുടിക്കുന്നുണ്ട്. അറിയുന്ന പിള്ളേരാണ്, വ്ളോഗെല്ലാം കാണുന്നതായിരിക്കും. ഇനി ഏതായാലും നാളെ തന്നെ ചെയ്യാം. നാളെ ശനിയാഴ്ച, നാളെ തുറക്കും കേട്ടോ. ഷംസുഖ തുറക്കുമായിരിക്കും. വിളിച്ചു നോക്കാം, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. സുഖമായോ നോക്കാം. സുഖമായിട്ടുണ്ടാവും. മിന്നാന്ന് തുറന്നിട്ടുണ്ട് അതിന് ശേഷം. പിന്നെ ഞങ്ങൾക്ക് കയറാൻ സമയം ഉണ്ടായില്ല. കണ്ടരെ ഞാൻ കയറണം വിചാരിച്ചു, ഷേവ് ചെയ്യണം വിചാരിച്ചു. അപ്പോൾ ഇന്ന് നോക്കുമ്പോഴത്തേക്ക് തുറന്നിട്ടില്ല. ഇന്നലെയും തുറന്നിട്ടില്ല കേട്ടോ. ഇന്നലെ വ്യാഴാഴ്ച, ഇന്നലെയും തുറന്നിട്ടില്ല. സംഭവം ഇനി മുതൽ രാവിലെ ഇറങ്ങണം അല്ലേ? രാവിലെ ഇറങ്ങണം. രാവിലെ മുതലേ വീഡിയോ ചെയ്യണം അല്ലേ? മുമ്പേ രാവിലെ മുതൽ തന്നെ വീഡിയോ ചെയ്യില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എണീക്കാൻ ലേറ്റാണ്. മുമ്പേ ഒരു സാധനം നോക്കിയാൽ ഏതോ വീട്ടിലാണ് കേട്ടോ. ഒച്ചക്കല്ല, കടിയാറ്റം കിട്ടിയെങ്കിൽ അതിങ്ങനെ നോക്കുന്നു. അതിന് കഴുത്തിന് ബെൽറ്റ് ഉണ്ട്, പട്ട എന്തുകൊണ്ട് പട്ടയുണ്ട്. ഏതോ വീട്ടിലാന്ന് തോന്നുന്നു, അടുത്ത ഏതോ വീട്ടിലാണ്. ഈ ബൈക്കെടുത്ത് സ്കൂട്ടിയിലെടുത്ത് പോകുമ്പോൾ നായിനെ അടുത്തിട്ട് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ നോക്കാൻ പറ്റില്ല. നായിൻ്റെ അടുത്ത് ഇങ്ങനെ വെക്കാൻ പറ്റില്ല. ഒരു കടി കാലിന് അതിനെ കണ്ടല്ല, തീർന്നു. ശ്രദ്ധിക്കണം കേട്ടാ. നായേറ്റം കടിച്ചിട്ടും കണ്ടല്ല. ഓരോ സൂചിക്ക് എത്ര പൈസ അറിയാം? ഓരോ ഇഞ്ചക്ഷൻ ഓരോന്നിനും വലിയ വലിയ പൈസ ഉണ്ട്. നല്ല നല്ല പൈസയാണ്. കൂടി വാറും. അപ്രതീക്ഷിതമായി നമ്മളെ മിഥുനുമോനൊക്കെ ഉണ്ട്. മിഥുനുമോൻ അതിൻ്റെ ഉള്ളിലുണ്ട്. ഐസ് വാങ്ങിത്തരും പോലെ. ഐസ് വാങ്ങിത്തരോടാ. ഞാൻ വണ്ടി അപ്പുറം വെച്ചിട്ടായിരുന്നു. ഇതാ മിഥുനുമോൻ, ഇതാണ് മിഥുനുമോൻ. ഞാൻ വണ്ടി പാർക്ക് ചെയ്യട്ടെ. എവിടെ വെക്കും എവിടെങ്കിലും സൈഡാക്കട്ടെ. റോഡ് സൈഡിൽ സൈഡാക്കാൻ ചിലപ്പോൾ അങ്ങനെ. പക്ഷേ ഇവിടുന്ന് ഈ സമയത്തൊന്നും കുഴപ്പമില്ല. അല്ലെങ്കിൽ പോലീസ് വന്നിട്ട് പൈസ എഴുതിയിട്ട് തരും. വണ്ടിക്ക് ഫൈനിട്ട് തരും. ഫൈൻ എന്തിനാണ് വെറുതെ സാധനം കണ്ടോ സാധനം. ഫ്രണ്ട്സ്, ഞാൻ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയേട്ടാ. പിന്നെ ഞാൻ ഒന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ എരിപുരം. ഇക്കാക്കും വരുന്നുണ്ട്. അപ്പോൾ ഇക്കാക്ക് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സമയം എന്താ അറിയാം? ഫോണ് ചാർജ് കുത്തിയിട്ടുണ്ടല്ലേ. ഫോണ് 10 മണിയാവാനായി. രാത്രി 9:56. ഫോൺ ഏതായാലും ഇവിടെ തന്നെ കിട്ടും. ഫോൺ എടുക്കുന്നില്ല. ഓക്കെ, അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിയേട്ടാ. നമ്മളെ വണ്ടി ഒരു വെച്ചിട്ട് കാക്ക പോയിട്ടുണ്ട്. പിന്നെ ഈ സമയത്തൊന്നും ആരും അങ്ങനെ ഇല്ല കേട്ടോ. 1-2 ആൾക്കാരെ കാണിക്കാനുള്ളൂ. ഡോക്ടറെ കാണാൻ വേണ്ടിക്കേ 1-2 ആൾക്കാരേ ഉള്ളൂ. പിന്നെ അഡ്മിറ്റ് ഉണ്ടല്ലോ, അഡ്മിറ്റിൻ്റെ അടുത്ത് ആളുണ്ടാവും. അഡ്മിറ്റായവരിലുണ്ടാവും. ഹോസ്പിറ്റൽ ഫുൾ ബ്ലാങ്ക്. 2 ബൈക്ക് 1 കാറും ഉണ്ട്. ഇത് മൊത്തം ബ്ലാങ്ക്. നമ്മളറിയുന്ന ഒരുത്തൻ പോയി. സാധിക്കും അതൊന്നും സാധിക്കും. ജിമ്മൻ സാധിക്കും. കാണിച്ചാ പോവാ. ഹെൽമെറ്റ് ഫുഡ് കഴിക്കട്ടെ. നല്ല പത്തലും ചിക്കൻ കറിയും. ഇവിടെ പോയി കൈ മാറ്റി. കൊടുക്കുന്നുണ്ട്.
പത്തലും ചിക്കൻ കറിയും അടയ്ക്ക് 10 ആണോ ശരിയാക്കി ഇട്ടോ അടക്ക് 10 രൂപ ഇട്ടു 2 രൂപ ഉണ്ട് രാത്രി തിന്നത് പ്രശ്നം കറി ഇച്ചിരി കറി കുറച്ച് ചാറ് മതി 10 മിനിറ്റ് എടുത്തിട്ട് ചിക്കൻ ഇങ്ങനെ പൊളിച്ചിട്ടുണ്ടല്ലോ ഇതാ ഇങ്ങനെ ഇളക്കിയിട്ട് അങ്ങനെ ഇടുക. കേട്ടെ ബീഫെല്ലാം കഴിഞ്ഞു കുറച്ച് ദിവസം ബീഫായിരുന്നു. ബീഫ് അടക്ക പരിപ്പറി വെക്കും. മുരിങ്ങക്കോല് കറി, പരിപ്പറി, ഉള്ളിക്കറി എല്ലാം വെക്കും. അടക്ക മീൻ വെക്കും. മീനെല്ലാം വെച്ചിനി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബീഫാണ്. നമ്മൾ അജ്ജിരുന്നാൾ കഴിഞ്ഞ ശേഷം ബീഫാണ്. പക്ഷേ ഇപ്രാവശ്യം ബീഫ് കിട്ടി കുറവാണ്. കുറച്ചേ ബീഫ് കിട്ടിയില്ലോ. ഭയങ്കരമായ ബീഫ് കിട്ടില്ല. മുമ്പെല്ലാം നല്ലോണം ബീഫ് കിട്ടലുണ്ട്. ക്ലീനെല്ലാം കുറവാന്ന് തോന്നുന്നു. കുറച്ച് കുറവാന്ന് തോന്നുന്നു. അപ്പോൾ ബീഫെല്ലാം ബീഫ് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ മത്തി, അയില പോലത്തെ മീനുകൾ. അപ്പോൾ കഴിക്കട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ ഫുഡ് കഴിച്ചു കേട്ടോ. ഇനി കുളി ബാക്കിയുണ്ടത്രേ. കുറച്ച് കഴിഞ്ഞ് കുളിക്കാം. തിന്നപാട് കുളിക്കാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞ് കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. പിന്നെ പരിപാടി. ഇന്നലെയും ഞാൻ നല്ല ലൈറ്റായിട്ട് ഉറങ്ങിനി. എന്താ പറയുക, കുറേ ടൈം ആയിട്ടാണ് ഉറങ്ങിനി. 3 മണിയായിട്ട് കഴിഞ്ഞ് ഉറക്ക് കിട്ടുമ്പോൾ ലൈറ്റായി ഉറങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ ഉറക്ക് വേഗമൊന്നും കിട്ടുന്നില്ല. ലൈറ്റായിട്ട് ഉറക്ക് വരും. ലൈറ്റായിട്ട് എണീക്കും. അതാണ്. അപ്പോൾ കുളിച്ച് ഫ്രഷായിട്ട് കിടന്നുറങ്ങട്ടെ കേട്ടോ. ഞാൻ ഇപ്പം കുളിക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ട്. അതിനിടയ്ക്ക് ഒരു നാളത്തേക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടത്രേ. ഓക്കെ പിന്നെ പ്രിയ ചെറിയൊരു വീഡിയോ കേട്ടോ. വീഡിയോ ചെയ്യാൻ മുതൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കാതെ ഇപ്പം തന്നെ ചെയ്യട്ടെ. പൊളിക്കാൻ നമുക്ക്. പിന്നെ നിങ്ങൾ എപ്പോഴും വെച്ചാൽ കമൻറ്റ് ചെയ്യും. ഓക്കെ, എന്താ കമൻറ്റ് ചെയ്യാത്ത? കമൻറ്റ് ചെയ്യ്. നിങ്ങെന്താ തോന്നുന്നത് പറഞ്ഞോ, പറയേ. നിങ്ങളെ അഭിപ്രായം പറയും. ഓക്കെ, ഒറ്റ വിളിക്കാണ്ടെന്നാൽ മതി. പിന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അഷ്റഫ് കണ്ണൂർ. ഇൻസ്റ്റാഗ്രാമിൽ അഷ്റഫ് കണ്ണൂർ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. എൻ്റെ അക്കൗണ്ട് കിട്ടും. ഒന്ന് ഫോളോ ചെയ്യും. ഓക്കെ, അതിലുള്ള വീഡിയോസ്, അതിൽ കുറേ എന്താ പറയുക ഷോർട്ട് വീഡിയോസ്, റീൽസൊക്കെ ഇടുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഫേസ്ബുക്ക് ഉണ്ട്, അഷ്റഫ് കണ്ണൂർ ഫേസ്ബുക്ക് പേജ്. ഓക്കെ, ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അവനെ നെക്സ്റ്റ് വെക്കണം. അപ്പോൾ അതുവരെ ബൈ. പിന്നെ കുളിക്കുന്ന കാണണോ? കുളിക്കുന്ന വീഡിയോ കാണാ കണ്ടല്ലേ എൻ്റെ കുളി സീൻ. ഓക്കെ എന്നാൽ